ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ ഗൗതവും അതുപോലെ ആമിയും കൂടി സംസാരിക്കുന്നു. ഇവർ തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് ആമിയോട് ഒരിക്കലും നീ അഖിലയാണെന്നുള്ള കാര്യം പുറം ലോകം അറിയരുത്, അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ കുഞ്ഞിനെ നിനക്ക് ഇപ്പോഴത്തെ ഈ ഒരു രീതിയിൽ അല്ലെങ്കിൽ നല്ലൊരു കുഞ്ഞായി വളർത്തിയെടുക്കാനായിട്ട് കഴിയില്ലെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാം. അപ്പോൾ ഇവർ തമ്മിൽ ഈ കാര്യമെല്ലാം സംസാരിച്ചു. അതിനുശേഷം എനിക്കിപ്പോൾ എപ്പോഴും ഇവിടെ ഇങ്ങനെ ഇരിക്കാനായിട്ട് പറ്റില്ല, ചില കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് പോകണം, നിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം, അതുമാത്രമല്ല നിൻ്റെ നമ്പർ എൻ്റെ ഫോണിൽ ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ അതെല്ലാം പറഞ്ഞ് നമ്മുടെ ഗൗതം അങ്ങ് പോയി. ഗൗതം പോയി കഴിഞ്ഞപ്പം ആമി ഇങ്ങനെ ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ ആദിത്യനെക്കുറിച്ച്, അതായത് സൂരജിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് കിടക്കുക. അപ്പോൾ സൂരജിനെക്കുറിച്ച്, സൂരജും അതുപോലെ നമ്മുടെ ആമിയും തമ്മിൽ സ്നേഹിച്ചത്, അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയത്, അവരുടെ ജീവിതത്തിലെ സന്തോഷങ്ങൾ, പിന്നീട് അവരുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ, ഇതെല്ലാം ആമി ആലോചിച്ച് നിറകണ്ണുകളോടെ വേദനയോടെ ഇങ്ങനെ കിടക്കുവാണ്. അങ്ങനെ ആ കുഞ്ഞിനോട്, അതായത് വയറിൽ കൈ വെച്ച് കുഞ്ഞിനോടും ഇങ്ങനെ അച്ഛനെക്കുറിച്ചൊക്കെ പറഞ്ഞ് അങ്ങനെ കരളലിയിപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ ആമി ഇങ്ങനെ സംസാരിക്കുന്നു. ഇതേ സമയത്താണ് നമ്മുടെ ഗൗതം വീട്ടിലേക്ക് ചെന്ന് കയറുന്നത്. വീട്ടിലേക്ക് ചെന്ന് കയറിയ ഗൗതത്തിനോടാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ദേഷ്യവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വല്യമ്മയും ഇവരെല്ലാവരും നിൽക്കാം. നീ എന്തു പണിയായി കാണിക്കുന്നത്, നീ ഇത് എവിടെയാണ്, നീ എന്താ ഇങ്ങോട്ട് വരാത്തെ, ഒരു മിഷൻ്റെ പേരും പറഞ്ഞ് ഇവിടുന്ന് പോയിട്ട് ദിവസം എത്രയായി, എന്താ ഇതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ നമ്മുടെ വല്യമ്മ ഇങ്ങനെ ദേഷ്യപ്പെടുന്നു. അപ്പോഴേക്കും തൻ്റെ ഉത്തരവാദിത്തങ്ങളെ പറ്റിയും അതുപോലെ മറ്റു കാര്യങ്ങളെ പറ്റിയും ഒക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ ഗൗതം ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ നന്ദയും അങ്ങോട്ടേക്ക് വന്നിട്ട് എന്താ ഗൗതം സാർ ഇത് എവിടെയാണെന്നൊക്കെ ചോദിച്ച് സങ്കടത്തോടു കൂടി ഇങ്ങനെ ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നു. പിന്നെ ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഗൗതം ആകെ പപ്പ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അർജുൻ അങ്ങോട്ടേക്ക് വരുന്നത്. അർജുൻ അങ്ങോട്ടേക്ക് വന്നിട്ട് എന്താ ഏട്ടാ ഇത്, ഏട്ടൻ എവിടെ പോയാലും ആരോട് പറഞ്ഞില്ലെങ്കിലും നന്ദയോടല്ലേ പറയേണ്ടത്, ഏട്ടനെ കാത്ത് നന്ദ എത്ര നേരമായി ഇവിടെ ഇരിക്കുന്നതെന്ന് അറിയാവോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാനിവിടെ വന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടല്ലേ പോയത് എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ നേരത്തേക്ക് നമ്മുടെ ഗൗതം പറഞ്ഞപ്പോൾ അങ്ങനെയാണോ ഏട്ടാ വേണ്ടതെന്ന് ചോദിച്ചുകൊണ്ട് അർജുൻ ഇങ്ങനെ നന്ദയ്ക്ക് സപ്പോർട്ടായിട്ട് അല്ലെങ്കിൽ ന്യായത്തിൻ്റെ ഭാഗത്തു നിന്ന് അർജുൻ ഇങ്ങനെ സംസാരിക്കാം. അപ്പോൾ എനിക്ക് എൻ്റേതായ കുറച്ച് തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഇതെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗൗതം ഇങ്ങനെ തൽക്കാലം തടി തപ്പി, എനിക്കിപ്പോൾ കുറച്ച് റെസ്റ്റ് എടുക്കണം, എനിക്കിപ്പോൾ ആരോടൊന്നും സംസാരിക്കാനായിട്ട് താല്പര്യമില്ല അങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനെ ഗൗതം അവിടെ നിന്ന് കയറി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും എന്തൊക്കെയോ കള്ളത്തരങ്ങൾ ഗൗതത്തിൻ്റെ ഭാഗത്തുണ്ടെന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലായി. പക്ഷെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറഞ്ഞൊന്നുമില്ല കേട്ടോ. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിങ്കി ആണെങ്കിൽ ഗൗതത്തിൻ്റെ ഈ ഒരു മാറ്റവും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ നന്ദയ്ക്ക് ഗൗതം സാറിൽ വന്ന മാറ്റത്തെക്കുറിച്ച് ആലോചിച്ചുള്ള ആ ഒരു വെപ്രാളവും ടെൻഷനും പിങ്കിയിലും കണ്ടു തുടങ്ങി. കാരണം പിങ്കിക്കും ഗൗതത്തിന് എന്തോ മാറ്റം ഉണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ആകെ ഒരു ടെൻഷനും വെപ്രാളവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പിങ്കി ഇങ്ങനെ ആകെ വല്ലാതെ ആയിട്ടിരിക്കാം. ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഗൗതം റൂമിലേക്ക് ചെന്നിട്ട് ഗൗതം ഇങ്ങനെ ഇരിക്കുക കേട്ടോ, ഫ്രഷ് ആയിട്ട് വന്ന് ഇങ്ങനെ ഇരിക്കുന്നു. ഈ സമയം നമ്മുടെ ഗൗതം ഫുഡ് കഴിക്കാനായിട്ട് താഴേക്ക് ഇറങ്ങി ചെന്നില്ല. അപ്പം നന്ദയാണെന്നുണ്ടെങ്കിൽ ഗൗതം ക്ഷീണിച്ച് വന്നതല്ലേ, ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് മടുത്ത് വന്നതല്ലേ, അപ്പോൾ അതുകൊണ്ട് ഫുഡ് എന്നാൽ റൂമിലേക്ക് കൊടുത്തേക്കാം എന്ന് വിചാരിച്ച് നേരെ റൂമിലേക്ക് ചെല്ലുന്നു. അങ്ങനെ നന്ദ റൂമിലേക്ക് ചെന്നു, ഫുഡുമായിട്ട് ചെന്നു. അപ്പോൾ ഗൗതം ഒന്നും മിണ്ടാതിരിക്കുക. സാർ എന്താ ഇങ്ങനെ ഒറ്റപ്പെട്ട് ഇവിടെ വന്നിരിക്കുന്നത്, എന്താ പറ്റിയ, ഈ മിഷൻ്റെ ഭാഗമായി ഇവിടെ നിന്ന് പോയതിന് ശേഷം സാറിൻ്റെ മുഖത്ത് ആ പ്രസരിപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ, എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നോട് പറ, അതും ഇനി എന്നോട് പറയാൻ പറ്റാത്തതായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമാണോ, ഇതൊക്കെ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് ഗൗതം ഇങ്ങനെ പറയാം. അപ്പോൾ സാറിനിൽ നിന്നൊന്നും മറച്ചു പിടിക്കില്ലെന്നാണ് എൻ്റെ വിശ്വാസം എന്ന് പറയുന്ന നന്ദയോട്, തന്നിൽ നിന്ന് ഞാൻ ഒന്നും മറച്ചു പിടിച്ചിട്ടില്ല, പിടിക്കാനും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ തമ്മിൽ ആ ഒരു കാര്യമൊക്കെ സംസാരിച്ചു. ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ ഗൗതം അങ്ങനെ ഇരിക്കുന്നു. ആ സമയം സാറ് ഫുഡ് കഴിച്ചോളാൻ പറഞ്ഞ് നന്ദ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് കൈ കഴുകാനായിട്ട് അങ്ങ് പോവുമല്ല, ഗൗതത്തിൻ്റെ ഫോൺ അവിടെ നിന്ന് റിങ് ചെയ്യുന്നു. അപ്പോഴേക്കും നമ്മുടെ നന്ദ എന്ന് നോക്കിയപ്പോൾ അതിനകത്ത് അഭിരാമി എന്നുള്ള പേര് എഴുതിയേക്കുന്നു. ഈ റിങ് വന്നത് നമ്മുടെ നന്ദയുടെ നെഞ്ചൊന്ന് ഇടിച്ചു. കാരണം ഗൗതത്തിൻ്റെ ഫോണിലേക്ക് മറ്റൊരു പെണ്ണ്, അതും അഭിരാമി എന്നൊക്കെയുള്ള ഒരു പേരൊക്കെ കേൾക്കുമ്പോഴേ ഒരു ചെറുപ്പക്കാരിയാകാനുള്ള എല്ലാ സാഹചര്യങ്ങളും സാധ്യതകളും ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റേതായ ഒരു ടെൻഷൻ പെട്ടെന്ന് തന്നെ നമ്മുടെ നന്ദയുടെ മനസ്സിലേക്ക് വന്നു. ഗൗതം ഓടി ഇറങ്ങി വന്നു. അപ്പോഴേക്കും നന്ദ ഫോൺ എടുത്ത് ഗൗതത്തിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. വീണ്ടും അഭിരാമി വിളിക്കുക, പക്ഷേ ഗൗതം ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ നന്ദ ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. നന്ദ ചോദിച്ചു, എന്താ സാറിൻ്റെ ഫോൺ എടുക്കാത്തത്, സാറിൻ്റെ ഫോണിലേക്ക് കോൾ വന്നത് കണ്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അത് പിന്നെ അതിപ്പോൾ എടുക്കേണ്ട കോളല്ല എന്ന് ഗൗതം പറയുന്നത് കേട്ടപ്പോൾ, അതെന്താ ഇപ്പോൾ എടുക്കേണ്ട കോളല്ലാത്ത, ഞാനിവിടെ നിൽക്കുന്നത് കൊണ്ടാണോ സാറ് കോൾ എടുക്കാത്തതെന്ന് ചോദിച്ചു. താനെന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചപ്പം, അല്ല സാറിൻ്റെ ഇപ്പോഴത്തെ ഈ മാറ്റത്തിന് കാരണം ഇപ്പോൾ വന്ന ഫോൺ കോൾ തന്നെയാണോ എന്നെനിക്കൊരു സംശയം ഉണ്ടെന്ന് പറഞ്ഞപ്പം, ഞാനതിന് എന്ത് ചെയ്തെന്നാണ് താനീ പറയുന്നത്, അല്ല സാറിൻ്റെ ഫോണിലേക്ക് ഇപ്പോൾ അഭിരാമി എന്ന് പറയുന്ന ഒരു നമ്പറിൽ നിന്നാണ് കോൾ വന്നത്, ആ അഭിരാമിയാണോ സാറിൻ്റെ ഇപ്പോഴത്തെ ഈ മൂഡ് ഔട്ടിന് കാരണം, ആ അഭിരാമി കാരണമാണോ,
സാറിന് വീട്ടിലേക്ക് വരാനോ അല്ലെങ്കിൽ വീട്ടിലുള്ളവരോടൊന്നും പെരുമാറാനോ സംസാരിക്കാനോ ഒന്നും സമയം കിട്ടാത്തത്? അഭിരാമി സാറിൻ്റെ ആരാണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് നന്ദ ഇങ്ങനെ ചോദ്യം ചെയ്യും. അപ്പോൾ ഗൗതത്തിൻ്റെ കള്ളക്കളി കൈയോടെ പിടികൂടി നമ്മുടെ നന്ദ ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ ഗൗതത്തിന് നിക്കക്കളിയില്ല. താൻ ചുമ്മാ ആവശ്യമില്ലാതെ കാട് കയറി ചിന്തിക്കുകയാണ്, അപ്പടിയാണ് ഇപ്പടിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഡയലോഗും കാര്യങ്ങളും. അപ്പോൾ ഗൗതത്തിനോട് നന്ദ ഞാൻ ചോദിച്ചതിന് മറുപടി സാറ് തന്നാൽ മതി, ആരാണ് അഭിരാമി എന്ന് ചോദിച്ചു. അപ്പോൾ ഗൗതത്തിനൊന്നും പറയാനില്ല. ഗൗതമാണെന്നുണ്ടെങ്കിൽ എന്നിട്ട് അവിടുന്ന് ഒരു തരത്തിൽ നന്ദയിൽ നിന്ന് രക്ഷപ്പെട്ട് അങ്ങോട്ടങ്ങ് പോവുക. അങ്ങനെ ഇറങ്ങിപ്പോയി നേരെ അഭിരാമിയുടെ അടുത്തേക്കാണ് പോണേ. ഈ സമയത്ത് നമ്മുടെ നന്ദ സാർ എന്നിൽ നിന്ന് എന്തോ വലിയൊരു കാര്യം മറയ്ക്കുന്നുണ്ട്. അഭിരാമി എങ്കിൽ ആരായിരിക്കും? എന്നാലും എന്നിൽ നിന്ന് മറച്ചു പിടിക്കാൻ മാത്രം അഭിരാമിയും സാറും തമ്മിൽ എന്തായിരിക്കും ബന്ധം ഉണ്ടാവുക? അങ്ങനെയൊക്കെ നമ്മുടെ നന്ദ അവിടെ നിന്ന് ഇങ്ങനെ ആലോചിക്കുക കേട്ടോ. പിന്നെ നന്ദയുടെ സമാധാനം മൊത്തത്തിൽ പോയി. നന്ദയാണെന്നുണ്ടെങ്കിൽ ആകെ ടെൻഷനായി. ഈ സമയം നമ്മുടെ ഗൗതം ആണെങ്കിൽ നേരെ രാത്രിയായ സമയത്താണ്. ഇപ്പോൾ നേരെ അഭിരാമിയുടെ അടുത്തേക്ക് ചെല്ലുന്നത്. അപ്പോൾ അഭിരാമി ഗൗതത്തിൻ്റെ ഭാര്യയാണെന്നാണല്ലോ ഹോസ്പിറ്റലിൽ ഡോക്ടർ അടക്കം എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ഗൗതം അവിടെ വേണം, അല്ലെങ്കിൽ ഗൗതത്തിന് തന്നെ അത് പാരയാകുമെന്ന് ഗൗതത്തിന് അറിയാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗൗതം എന്ത് ചെയ്തു? നേരെ രാത്രി അഭിരാമിയെ തന്നെ ആക്കാനും പറ്റത്തില്ലല്ലോ. നേരെ അഭിരാമിക്ക് അരികിലേക്ക് പോയി ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ ചെന്നിട്ടാണെങ്കിൽ വിഷമിച്ച് കിടക്കുന്ന അഭിരാമിയോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഡോക്ടർ വന്നിട്ട് എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു. മരുന്ന് കഴിച്ചതിനെ പറ്റി മറ്റു ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം ചോദിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഡോക്ടറെ പോയി കണ്ടു. ഡോക്ടറോട് കാര്യങ്ങളെല്ലാം ചോദിച്ച് എല്ലാം മനസ്സിലാക്കി അഭിരാമിയുടെ അടുത്ത് വന്നിരിക്കാം. അപ്പോൾ നീ ഇപ്പോൾ ടെൻഷൻ അടിക്കേണ്ട സമയമല്ല, സമാധാനമായിട്ടിരിക്കണം, നിൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് കഴിഞ്ഞതൊക്കെ പൊയ്ക്കോട്ടെ, അതിനെപ്പറ്റി ഒന്നും ഓർത്ത് നീ വിഷമിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗൗതം ഇങ്ങനെ എല്ലാം പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഗൗതം ഇങ്ങനെ അതൊക്കെ പറയുന്നത് കേട്ട് അഭിരാമി വിഷമത്തോടു കൂടി അങ്ങനെ ഇരിക്കുക, അവിടെ കിടക്കുവാണ്. അതിനുശേഷം അഭിരാമി ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പതുക്കെ മയങ്ങി വരുന്നു. ഈ സമയത്ത് നമ്മുടെ ഗൗതം അഭിരാമിക്ക് ഒരു കാവലെന്നുള്ള രീതിയിൽ അവിടെ അങ്ങനെ ഇരിക്കുവാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഹോസ്പിറ്റലിൽ ചിലവഴിക്കുന്ന സമയത്ത് വീണ്ടും സൂരജിനെ പറ്റിയുള്ള കാര്യങ്ങളും ഒക്കെ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും അതുപോലെ കഴിഞ്ഞു പോയ കാര്യങ്ങളെപ്പറ്റി പറയുകയും ഒക്കെ ചെയ്യുന്നു. ഇതെല്ലാം വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാകുമെന്ന് നമ്മുടെ ഗൗതത്തിന് അറിയാം. അതുപോലെ തന്നെ നന്ദ ചോദിച്ച ഓരോ ചോദ്യങ്ങളും നന്ദയുടെ മുന്നിൽ ഉത്തരം മുട്ടി നിന്ന ഓരോ അവസരങ്ങളും അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനുകളൊക്കെ ആ അഭിരാമിയുടെ മുന്നിലിരുന്ന് ഹോസ്പിറ്റലിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ ഗൗതം ഇങ്ങനെ ആലോചിക്കുക, എന്ത് ചെയ്യും? ഭാര്യയുടെ മുന്നിൽ ഒരു കള്ളനെ പോലെ നിൽക്കേണ്ടി വന്ന ആ ഒരു അവസ്ഥയെപ്പറ്റി, ഭാര്യയോട് ഇപ്പോൾ അഭിരാമിയുടെ കാര്യം പറഞ്ഞാൽ അതിനകത്തുണ്ടാകുന്ന ഭവിഷ്യത്തിനെ പറ്റി, അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളും ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗൗതം അവിടെ അങ്ങനെ ഇരിക്കുന്നു. എന്തായാലും ഗൗതം സാറ് തന്നിൽ നിന്ന് എന്തോ മറച്ചു പിടിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ വേദനയിലിരിക്കുന്ന നമ്മുടെ നന്ദ. അങ്ങനെ മൊത്തത്തിൽ കാര്യങ്ങളെല്ലാം കുഴഞ്ഞു മറിഞ്ഞാണ് വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് വിശേഷങ്ങൾ ഇനി മുന്നോട്ട് വരുന്നത് എന്നുള്ളത് അറിയില്ല. അപ്പോൾ എന്തായാലും എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1000 നന്ദി അറിയിച്ച് നടത്തുന്നു. താങ്ക് യു. സി അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ. ഗുഡ് നൈറ്റ്.